മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി. എന്താ സംഭവിച്ചെന്നൊന്ന് വിശദമാക്കാവോ? കാണാൻ പാടില്ലാത്ത കാഴ്ചകൾ എന്തെങ്കിലും കണ്ടാ ഞാൻ പ്രതികരിക്കും. അല്ല, ഈ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോ സാക്ഷി വേണ്ടേ? എന്തിനാ ചേട്ടാ സാക്ഷി? ഒരു പെണ്ണ് കൊണ്ടുപോയി കംപ്ലൈന്റ് കൊടുത്താ അവർക്ക് കേസ് എടുത്തേ പറ്റൂ. അവസാനം അവള് പോലീസ് സ്റ്റേഷനിൽ വന്ന് കംപ്ലൈന്റ് കൊടുത്തത് എനിക്കെതിരെയാ. നിനക്കറിയാലോ അന്തു, മഹിയെ ഗുണ്ടകളിൽ നിന്ന് രക്ഷിച്ചത് മാർക്കോയാ. എന്നെ മരണത്തിൽ നിന്ന് രക്ഷിച്ചതും മാർക്കോയാ. അങ്ങനെയുള്ളപ്പോ എന്ത് വില കൊടുത്തും അവനെ പുറത്തു കൊണ്ടുവന്നേ പറ്റൂ. നമുക്ക് പേരെടുത്തൊരു വക്കീലിനെ വെച്ചാലോ? ആ, അതേപ്പറ്റിയാ ഞാനും ആലോചിക്കുന്നേ. ആലോചിക്കാനൊന്നുമില്ല. എത്ര പണം ചെലവായാലും ശരി, നല്ലൊരു വക്കീലിനെ വെച്ച് മാർക്കോയെ രക്ഷിക്കണം. ഇന്നാണ് ഞങ്ങളെ രണ്ടാളെ സഹായിച്ചത് മാർക്കോയാണെന്ന് ഞങ്ങൾ ഉറപ്പുവരുത്തിയത്. നേരത്തെ അങ്ങനൊരു സംശയം ഉണ്ടായിരുന്നു. ഇന്ന് പത്രത്തിൽ കണ്ടതോടെ ഞങ്ങളുടെ സംശയം തീർന്നു. അയാളെ പോലൊരാള് ഒരിക്കലും പെൺകുട്ടികളോട് മോശമായി പെരുമാറില്ല. ഇന്നും മാന്യമായിട്ട് ജീവിക്കുന്ന പല ആണുങ്ങൾക്കും ഈ വിധി വരാറുണ്ട്. പെൺകുട്ടികളെ വിലക്കെടുത്ത് പലരും ഇതുപോലെ നല്ലവരായ ആണുങ്ങളെ ട്രാപ്പിലാക്കുന്നുണ്ട്. അയാൾക്ക് ദൈവത്തിന്റെ ഒരു പിന്തുണയുണ്ട് കണ്ണേട്ടാ. അന്നെന്നെ ഗുണ്ടകളിൽ നിന്ന് രക്ഷിക്കുമ്പോ 3-3:30 കഴിഞ്ഞ സമയത്താ അയാൾ ആ അമ്പലമുറ്റത്തേക്ക് വന്നത്. ആ സമയത്ത് അവിടെ എങ്ങനെ എത്തിയെന്ന് ഇപ്പോഴും എനിക്കറിയില്ല. കറുപ്പും ഒക്കെ ധരിച്ചു വന്നപ്പോ അത് സാക്ഷാൽ അയ്യപ്പസ്വാമിയാണെന്നാ എനിക്ക് തോന്നിയത്. എനിക്കറിയാവുന്ന 6-7 വക്കീൽമാരുണ്ട്. എങ്കിലും അവരെക്കാളും മിടുക്കന്മാരായ ആരെങ്കിലും ഉണ്ടോന്ന് ഒന്ന് കണ്ടുപിടിക്കണം. അത് നമുക്ക് അന്വേഷിക്കാലോടാ. ഈ കേസിലെ പബ്ലിക് പ്രോസിക്യൂട്ടർ ആരാന്നറിഞ്ഞോ? അതറിയത്തില്ല. അതും നേരത്തെ അറിഞ്ഞു വെക്കണം. എന്നിട്ട് വേണം അയാളുമായി പൊരുതി നിൽക്കാൻ കഴിയുന്ന ഒരാളെ വക്കീലായിട്ട് വെക്കാൻ. എന്റെയും ഇയാളുടെയും ജീവൻ രക്ഷിച്ച ആ ചെറുപ്പക്കാരനെ ജയിലിൽ പോയി കാണാൻ വയ്യ. പോലീസ് സ്റ്റേഷനും ജയിലും ഒന്നും മാർക്കോയ്ക്ക് പുത്തരിയല്ലെന്നാ പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരു കാര്യം ഉറപ്പല്ലേക്കേ, അർദ്ധരാത്രി കഴിഞ്ഞ നേരത്ത് എത്ര സുന്ദരിയായ ഒരു പെൺകുട്ടിയെ ഒറ്റയ്ക്ക് കണ്ടാലും അവൾക്ക് നേരെ മോശമായ ഒരു തെറ്റായ ഒരു നോട്ടം പോലും മാർക്കോയുടെ ഭാഗത്തുനിന്നുണ്ടാവില്ല. അത്രയ്ക്ക് മാന്യനായ സത്യസന്ധനായ ചെറുപ്പക്കാരനാ മാർക്കോ. കഴിഞ്ഞ തവണ ആക്സിഡന്റിൽപ്പെട്ട ഒരാളെ തോമസ് സാറിന്റെ അടുത്ത് എത്തിച്ചിട്ട് അവസാനം ആ കാരണവര് മരിച്ചപ്പോ ബന്ധുക്കൾ മാർക്കോയെ കള്ളക്കേസ് കൊടുക്കാൻ നോക്കിയില്ലേ? അതേപ്പറ്റി തോമസ് സാർ വിളിച്ചപ്പോ പറഞ്ഞായിരുന്നല്ലോ. അതാണ് ലോകം. 10 പൈസ കിട്ടാൻ എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ അതിനുവേണ്ടി ചിലര് എന്തും ചെയ്യും. ആരെയും ഒറ്റിക്കൊടുക്കും. ഇതിന് പിന്നിൽ കളിച്ചത് നമ്മുടെ ശത്രുക്കൾ തന്നെ ആയിരിക്കോ? വേറൊന്നും കൊണ്ടല്ല കണ്ണേട്ടാ, മാർക്കോയാണല്ലോ കരുണയുടെ അച്ഛനെയും കണ്ണേട്ടന്റെ അമ്മാവനെയൊക്കെ തല്ലി ഹോസ്പിറ്റലിലാക്കിയത്. മാർക്കോയെ ജാമ്യത്തിലിറക്കാൻ കഴിഞ്ഞാൽ അതൊക്കെ അവൻ തന്നെ തെളിയിച്ചോളും. ആദ്യം അതിനുള്ള വഴി നോക്കട്ടെ. മാർക്കോ ഒരിക്കലും അകത്ത് കിടക്കേണ്ടവനല്ല. അവൻ പുറത്ത് ജീവിക്കേണ്ടവൻ തന്നെയാ. സാർ, ഞാനാണ് മേഘൻ. ഹലോ. എന്തിനാണ് കാണണമെന്ന് പറഞ്ഞത്? വേറൊന്നുമല്ല സാറേ, സാറാണ് മാർക്കോയുടെ വക്കീലെന്ന് ഞാൻ അറിഞ്ഞു. സാറേ, സാറിന് അവൻ തരുന്നതിന്റെ ഇരട്ടി തുക ഞാൻ തരാം. സാർ ഒരു കാരണവശാലും അവന് വേണ്ടി കോടതിയിൽ ഹാജരാവരുത്. സാറേ, ഇക്കാര്യത്തിൽ അത്ര ആലോചിക്കാനൊന്നുമില്ല സാറേ. അവന് ജാമ്യം കിട്ടരുത്, എനിക്ക് അത്രേ ഉള്ളൂ. അവനിത് അറിഞ്ഞ പിന്നെ എന്റെ പൊടി പോലും കാണില്ല. സാറേ, സാർ എന്തെങ്കിലും പറഞ്ഞങ്ങ് ഒഴിഞ്ഞുകളാ.
ഇതിപ്പോ ഒരു ഹോസ്പിറ്റൽ കേസ് പറഞ്ഞാലും മതിയല്ലോ. വക്കീലിന് കോടതിയിൽ നിന്ന് മാറി നിൽക്കാനുള്ള മാർഗം പറഞ്ഞു തരണ്ട. സോറി സാറേ, ഞാനൊരു തുക ഓഫർ ചെയ്തപ്പോ തന്നെ സാറ് മാർഗം കണ്ടുപിടിച്ച് കാണുമല്ലോ. തുക എപ്പോ കിട്ടും? സാറേ, സാറിന്റെ വക്കീൽ ഓഫീസില് ഇന്ന് തന്നെ സാറ് പറയുന്ന തുക സാറിന്റെ കയ്യിലെത്തും. മാർക്കോ അങ്ങനെ വലിയ തുകയൊന്നും എനിക്ക് തരാറില്ല. അവന് വേണ്ടി പലപ്പോഴും സൗജന്യമായിട്ടാണ് കേസ് വാദിക്കുന്നത്. എന്ന് വെച്ചാൽ പല പ്രയോജനവും എനിക്കുണ്ടായിട്ടുണ്ട്. പക്ഷേ അവനെ മനഃപൂർവ്വം ചതിച്ചെന്നറിഞ്ഞ പിന്നെ വക്കീലായാലും പോലീസായാലും അവര് നാടുവിട്ട് പോയാൽ മതി. അറിയാം സാറേ, അങ്ങനെയുള്ളവൻ ജയിലിലേക്ക് പോകുന്നതല്ലേ നല്ലത്. അവൻ ജയിലിൽ പോയി കഴിഞ്ഞാൽ പിന്നെ പേടിക്കാനൊന്നും ഇല്ലല്ലോ. ജയിലിൽ പോയാലും തൂക്കിക്കൊല്ലാൻ മാത്രം കേസൊന്നും അവൻ ചെയ്തിട്ടില്ലല്ലോ. ഇനി റിമാൻഡ് ചെയ്ത് സബ് ജയിലിലാക്കിയാലും അവിടെ നിന്ന് ജാമ്യം എടുക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി അത് കിട്ടിയില്ലെങ്കിലും വീണ്ടും ജയിലിലോട്ട് പോയാലും പിന്നെ പരോളിനൊക്കെ ഇറങ്ങാനും പറ്റും. ആ സമയത്തൊക്കെ അവനെ വഞ്ചിച്ചത് ആരായാലും അവർക്ക് ടാർജറ്റ് ഇടും. ചങ്കുറപ്പുള്ളവനാ മാർക്കോ. അവൻ ഒരാളെ ലക്ഷ്യം വെച്ച പിന്നെ അവൻ മുട്ടുകാലിൽ ഇഴഞ്ഞു നടക്കുന്നത് നമുക്ക് കാണേണ്ടി വരും. സാറേ, പൈസ കിട്ടുന്ന കാര്യമാ. ഇനിയിപ്പോ സാറ് കോടതിയിലേക്ക് വന്നാലും അവൻ രക്ഷപ്പെടാനൊന്നും പോകുന്നില്ല. സാറേ, അതുപോലെ അവന് സാഹചര്യ തെളിവുകൾ എതിരാണ്. പിന്നെ ഉള്ള പൈസ വാങ്ങിച്ചോണ്ട് സാറിന് പിന്മാറിക്കൂടെ? ശരി, എന്നാ പിന്നെ എന്റെ വക്കീൽ ഓഫീസ് അറിയാമല്ലോ. അതൊക്കെ ഞാൻ അറിഞ്ഞു വെച്ചിട്ടുണ്ട് സാറേ. എന്നാ പിന്നെ ഉടനെ പോര്. കോടതി 11 മണിക്കാ. എന്റെ അക്കൗണ്ടിലേക്ക് പൈസ ഇടണ്ട. എന്റെ ഓഫീസിൽ വന്ന് ക്യാഷ് ആയിട്ട് നേരിട്ട് തന്നാ മതി. സാറിന്റെ പിന്നാലെ ഞാനുണ്ട്. അത് കഴിഞ്ഞ് നേരെ കോടതിയിലേക്ക് പോവാം. ഓക്കെ ഓക്കെ ഓക്കെ. SI സാർ നിനക്ക് ഒരുപാട് സൗകര്യങ്ങൾ ചെയ്തു തരുന്നുണ്ടല്ലടാ. അതുകൊണ്ടാ നീ ഇതുവരെ കോടതിയിൽ എത്താത്തത്. പക്ഷേ ഇപ്പൊ നിന്നെ കൊണ്ടുപോകുമല്ലോ. നിനക്ക് എന്താടാ വേണ്ടത്? എടാ, നിന്നെ ജയിലിൽ കൊണ്ടുപോകുന്നതിന് മുമ്പ് ഞാനൊന്ന് കാണാൻ വന്നതാ. നിന്നെ രക്ഷിക്കാൻ കോടതിയിൽ ഒരു വക്കീലും വരില്ല. നിനക്ക് വേണ്ടി ഇതുവരെ ഹാജരായിരുന്ന വക്കീല് പോലും. അതുകൊണ്ട് നിന്നെ ഇന്ന് റിമാൻഡ് ചെയ്യും. അത് കഴിഞ്ഞാലും നീ പുറം ലോകം കാണാൻ പോകുന്നില്ല. അതുപോലൊരു പൂട്ടിട്ടടാ ഞാൻ നിന്നെ പൂട്ടിയിരിക്കുന്ന. നീ എന്തിനു വേണ്ടി ഇതൊക്കെ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. നിന്നെ ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ട് പോലുമില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാ, ഇനി നിന്റെ മുഖം ഒരിക്കലും ഞാൻ മറക്കില്ല. നീ എന്നെ പൂട്ടി, അതിനേക്കാളും വലിയ താഴിട്ട് ഞാൻ പൂട്ടും. അതിനി നിനക്ക് കഴിയില്ലടാ. പുറത്തുള്ള മാർക്കോ ശക്തനാണെന്ന് എനിക്കറിയാം. പക്ഷേ നീ പുറത്തിറങ്ങില്ല. ഞാനങ്ങനെ ജയിലിലൊന്നും കിടന്നിട്ടില്ല. പക്ഷേ ജയിലിൽ കിടക്കുന്ന പലർക്കും എന്നെ അറിയാം. അതേടാ, നിന്നെ അറിയാം. നിന്റെ കയ്യിൽ നിന്ന് നല്ല തല്ല് കിട്ടിയ പലരും ഉണ്ട് ജയിലില്. അവരൊക്കെ അവിടെ സംഘടിക്കൂടാ. ആയിക്കോട്ടെ, നട്ടലുള്ളവന് ഒരിക്കലല്ലേ ഉള്ളൂ മരണം. നിന്നെപ്പോലെ തുരുമ്പിച്ച നട്ടലുള്ളവനാ ഇതുപോലെ വളഞ്ഞ വഴിയൊക്കെ സ്വീകരിക്കുന്നത്.
പെൺകുട്ടികളെ കൂട്ടുപിടിച്ച് ഒരാണിനെ കൊടുക്കാൻ ശ്രമിക്കുന്നത് ആണത്തോ അല്ലടാ. എടാ നീയുമായിട്ട് ഒരു ബന്ധമില്ലാത്തവരുടെ കേസ് അങ്ങ് ഏറ്റെടുത്തു. അതാരുടേതാണെന്നൊന്നും ഞാൻ ഇപ്പൊ പറയുന്നില്ല. നീ നിന്റെ കാര്യം നോക്കി ജീവിച്ചിരുന്നെങ്കിൽ നിനക്കിപ്പതാ ഈ ഗതി വരത്തില്ലായിരുന്നു. ഞാൻ എൻ്റെ കാര്യം നോക്കിയാ ജീവിക്കുന്നത്. പക്ഷേ ഞാൻ സ്നേഹിക്കുന്നവരെ, നിരപരാധികളെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്ത അതിനെതിരെ ഞാൻ പ്രതികരിച്ചിരിക്കും. പ്രതികരിച്ചോ നീ ഇഷ്ടം പോലെ പ്രതികരിച്ചോ. പക്ഷേ അത് പുറത്ത് വേണ്ട, അകത്ത് മതി. എടാ നിന്നെ കൊണ്ടുപോകാനുള്ള സമയമായി. ഞാനും ഉണ്ടടാ അവിടെ കോടതിയില്. പബ്ലിക് പ്രോസിക്യൂട്ടറുടെ പ്രകടനമൊക്കെ കഴിഞ്ഞ് നീ ജയിലിലേക്ക് പോകുന്നത് എനിക്ക് കാണണം. ആ പിന്നെ വല്ലപ്പോഴൊക്കെ ഞാൻ അങ്ങോട്ടേക്കും വരാം. ഏത്? അപ്പൊ ഇനി നമുക്ക് കോടതിയിൽ കാണാം. എന്താ തന്റെ പേര്? മാർക്കോ. കോടതിക്ക് അറിയേണ്ടത് മാർക്കോ എന്ന ഗുണ്ടയുടെ പേരല്ല. താൻ ജനിച്ചപ്പോ തന്റെ അച്ഛനും അമ്മയിട്ടൊരു പേരുണ്ടല്ലോ, ആ പേരാണ് ചോദിച്ചത്. മാർക്കണ്ഡേയൻ. ശരി, മാർക്കണ്ഡേയൻ. താൻ ചിരഞ്ജീവിയാണല്ലേ? അറിയില്ല. തനിക്ക് തന്റെ അച്ഛനെ അമ്മയെ അറിയാമോ? ഇല്ല. അനാഥനാണോ? ആയിരിക്കും. അതല്ലേ അച്ഛനെ അമ്മയെ അറിയാതെ പോയത്. നിഷേധിയാണല്ലേ? കോടതി മുറിയിൽ പോലും സാറിന് ചോദ്യങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല അല്ലേ? കോടതിയിൽ ഇത്തരം ചോദ്യങ്ങളല്ലല്ലോ ചോദിക്കേണ്ടത്. ചോദ്യങ്ങൾക്കെന്താ അളവും തൂക്കവും പോരെ? താൻ ഏത് ബാക്ക്ഗ്രൗണ്ടിലാണ് ജീവിച്ചതെന്ന് കോടതിക്ക് അറിയേണ്ടതുണ്ട്. അത് കോടതിക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടത് എന്റെ ജോലിയുടെ ഭാഗമാണ്. ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിന് വ്യക്തമായ മറുപടി മാത്രം പറഞ്ഞാൽ മതി. അറിയാവുന്നതൊക്കെ പറയാം സാർ. മാർക്കണ്ഡേയൻ എത്ര വരെ പഠിച്ചിട്ടുണ്ട്? MA. എന്തായിരുന്നു വിഷയം? പൊളിറ്റിക്സ്. അപ്പൊ താനൊരു പൊളിറ്റീഷ്യനാണല്ലേ? എന്നിട്ട് പിന്നെ രാഷ്ട്രീയത്തിൽ പോവാതെ ഇങ്ങനെ രാഷ്ട്രീയ ഗുണ്ടയായിട്ടാണോ ഇത്രയും കാലം ജീവിച്ചത്? എനിക്കൊരു രാഷ്ട്രീയവും ഇല്ല. ഞാൻ ഒരു രാഷ്ട്രീയക്കാരൻ്റെ ഗുണ്ടയും അല്ല. മാർക്കണ്ഡേയന് ഇപ്പോ എത്ര വയസ്സുണ്ട്? 28 കഴിഞ്ഞു. പെണ്ണ് കെട്ടിയിട്ടില്ലേ? ഇല്ല. പ്രേമിച്ചിട്ടുണ്ടോ? ഇല്ല. സമയത്തും കാലത്തും ഒക്കെ പെണ്ണ് കെട്ടിയിരുന്നെങ്കിലേ ഇപ്പോ തനിക്കിങ്ങനെ കോടതിയിൽ വരേണ്ടി വരില്ലായിരുന്നു. ഈ പെൺകുട്ടികൾ ഇങ്ങനെ പൊതുനിരത്തിലൂടെ നടന്നു പോകുമ്പോൾ പരിസരബോധമില്ലാതെ അവരോട് സംസാരിക്കുകയും പെരുമാറുകയും ഒക്കെ താൻ ചെയ്യും ഇല്ലേ? അതൊരു തരം ഞരമ്പ് രോഗമാണ്. എൻ്റെ ജീവിതത്തിൽ ഇന്നുവരെ ഞാൻ ഒരു പെൺകുട്ടികളോടും പരിധി വിട്ട് സംസാരിക്കുകയോ പെരുമാറുകയോ ചെയ്തിട്ടില്ല. അർദ്ധരാത്രി കഴിയുന്ന നേരത്ത് പോലും ഒറ്റയ്ക്കൊരു പെൺകുട്ടിയെ കണ്ടാൽ പോലും ആ കുട്ടിയെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കാറാ പതിവ്. ഓഹോ, അപ്പോ പുണ്യാളനാണല്ലേ? അങ്ങനെ ഒരു പേര് സമ്പാദിക്കാനല്ല ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. മനുഷ്യനായി ജനിച്ചു കഴിഞ്ഞാൽ അവൻ ചെയ്യേണ്ടതായിട്ടുള്ള ചില കടമകളുണ്ട്. അത് ചെയ്യുന്നെന്ന് മാത്രം.
പിന്നെ പതിവിന് വിരുദ്ധമായി കഴിഞ്ഞ ദിവസം റിമ എന്ന പെൺകുട്ടിയെ കണ്ടപ്പോ മാർക്കോ ആ കടമയൊക്കെ മറന്നുപോയോ? ഞാൻ ആ പെൺകുട്ടിയെ സാമൂഹ്യ വിരുദ്ധരായ 2 ചെറുപ്പക്കാരിൽ നിന്ന് രക്ഷിക്കുകയാണ് ചെയ്തത്. ഓ, പക്ഷെ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അതൊരു ട്രാപ്പായിരുന്നെന്ന്. ഇതിനു മുമ്പ് തന്റെ പേരിൽ കേസുണ്ടായിട്ടില്ലേ? കേസുണ്ടായിട്ടുണ്ട്, പക്ഷേ അതിൽ നിന്നൊക്കെ ഞാൻ പുറത്ത് വന്നിട്ടുണ്ട്. 6-7 പേര് ഒരുമിച്ച് വന്നാലും ഒറ്റയ്ക്ക് നിന്ന് തല്ലാനുള്ള കരുത്ത് മാർക്കൊക്കെ ഉണ്ടോ? ഇങ്ങോട്ട് തല്ലാൻ വന്ന പ്രതിരോധിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിപ്പോ ഒരാളെന്നോ ഒന്നിലധികം പേരെന്നോ നോക്കിയിട്ടില്ല. യുവർ ഓണർ, പാലരുവി ബസ് സ്റ്റാൻഡിന് അരികിൽ വെച്ച് 7 ഗുണ്ടകളെ അടിച്ച് നിലംപരിശാക്കുന്ന ഇയാളുടെ വിഷ്വൽസ് ഞാൻ ബഹുമാനപ്പെട്ട കോടതിക്ക് മുമ്പാകെ സമർപ്പിച്ചിട്ടുണ്ട്. ഈ നാട്ടിലെ ഗുണ്ടകൾക്ക് പോലും ഭയമാണ് ഇയാളെ. കൈക്കരുത്തും തൻ്റെ ഇടവും ഉള്ളതുകൊണ്ട് ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ പട്ടാപ്പകൽ പൊതുനിരത്തിൽ വെച്ച് പോലും മോശമായി സംസാരിക്കാനും പെരുമാറാനും ഒരു മടിയുമില്ലാത്ത ഒരു ക്രിമിനലാണ് മാർക്കണ്ഡേയൻ എന്ന ഈ 28-കാരൻ. താനെന്താ എന്നെ ചുഴിഞ്ഞു നോക്കുന്നത്? ഒരു കഴുകന്റെ നോട്ടം. ഇനി കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടിയിട്ട് പുറത്തിറങ്ങുകയാണെങ്കിൽ ഞാൻ വന്ന പോലെ മടങ്ങിപ്പോവില്ലെന്നാണോ മനസ്സിലോർക്കുന്നത്? സാറിന്റെ ജോലിയാ ചെയ്യുന്നത്. അതിന് സാറിനോട് എനിക്ക് വൈരാഗ്യം ഉണ്ടാവേണ്ട കാര്യമില്ല. അപ്പോ ആ റിമ എന്ന് പറയുന്ന പെൺകുട്ടിക്കും അതുപോലെ തന്നെ ആ പെൺകുട്ടിയെ താൻ ആക്രമിക്കാൻ ചെന്നപ്പോ തടസ്സം പിടിക്കാൻ വന്നവര്, അതായത് താൻ തല്ലി അവശരാക്കിയ ആ പയ്യന്മാരും പറഞ്ഞതൊക്കെ സത്യവിരുദ്ധമാണെന്നാണോ താൻ പറയുന്നത്? 100%. 1% ഒന്ന് കുറച്ചുകൂടെ, അതൊരു 99 ആക്കിക്കൂടെ? അതിന്റെ ആവശ്യമില്ല. 100% ഞാൻ പറഞ്ഞത് സത്യമാണ്. അനാഥനാണെന്ന് സംസാരത്തിൽ നിന്ന് മനസ്സിലായി. പിന്നെ എവിടെയാ വളർന്നത്? ഏത് അഴുക്കുചാലില്ല? ഏത് അഴുക്കുചാലിലായാലും എന്റെ മനസ്സിൽ അഴുക്കില്ല സാറേ. നക്കാപ്പിച്ചയ്ക്ക് വേണ്ടി ആരെയും ഞാൻ തല്ലാനും കൊല്ലാനും പോയിട്ടുമില്ല. താൻ പാലരുവി ബസ് സ്റ്റാൻഡിന്റെ അരികിൽ വെച്ച് തല്ലുണ്ടാക്കിയത് മാത്രമല്ല, മറ്റ് പലയിടത്ത് വെച്ചും താൻ നിരപരാധികളുടെ ദേഹത്ത് കൈവച്ചിട്ടുണ്ട്. അതെല്ലാം കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് പിന്നെ തന്നെ താൻ ന്യായീകരിക്കുകയാണോ? ഞാനങ്ങനെ തല്ലില്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷേ ആരുടെയെങ്കിലും ദേഹത്ത് ഞാൻ കൈവച്ചിട്ടുണ്ടെങ്കിൽ അതിനവർ അർഹരാണ് സാർ. അങ്ങനെ നിയമം കയ്യിലെടുക്കാൻ തനിക്ക് ആരാ അധികാരം തന്നത്? 4-5 പേര് കൂടി ആയുധവുമായിട്ട് ഇങ്ങോട്ട് വന്ന് തല്ലുമ്പോ ഞാൻ കൈയും കെട്ടി നോക്കി നിൽക്കണോ സാറേ? വെട്ടേറ്റ് വീഴണോ? പലപ്പോഴും ഒറ്റയ്ക്കാണ് സാർ ഞാൻ മറ്റുള്ളവരെ നേരിടുന്നത്, അല്ലാതെ കൂട്ടത്തോടെ അല്ല. എല്ലാ അടവുകളും പഠിച്ചു വച്ചിരിക്കുന്നോണ്ട് ഇടയ്ക്കിടയ്ക്ക് തനിക്ക് കൈക്കരുത്ത് തീർക്കണം. അതിനാളെ കിട്ടിയില്ലെങ്കിൽ അതിനുള്ള കാരണം താനുണ്ടാക്കും. സ്വന്തം അമ്മയെ അറിയില്ല, സഹോദരിമാരില്ല. അതുകൊണ്ട് അമ്മയുടെയും പെങ്ങളുടെയും വിലയറിയില്ല തന്നെ പോലുള്ള സാമൂഹ്യ വിരുദ്ധന്മാർക്ക്. അതുകൊണ്ടാണ് പട്ടാപ്പകൽ ഒരു പെൺകുട്ടിയോട് അപമര്യാദയായി പെരുമാറിയത്. ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24-ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിതം. 1600-ലധികം സർവകലാശാലകളും 1,00,000+ കോഴ്സുകളും.
UG, PG, ഡിപ്ലോമ, MRS വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ. കൗൺസിലിംഗ് മുതൽ വിസ വരെ, ഫോറക്സ്, ലോൺ, ട്രാവൽ, അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടെച്ചിൽ. www.24studyabroad.com. കുടുംബങ്ങളോടൊപ്പമുള്ള ആത്മബന്ധം. ഫ്ലവേഴ്സ് ആൻഡ് 24 വിശ്വാസത്തിന്റെ ഉറപ്പ്. 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിതം. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ. യുവർ ഓണർ, നട്ടുച്ച സമയത്ത് റിമയെന്ന സാധു പെൺകുട്ടി റോഡിലൂടെ പോകുമ്പോൾ ഇയാൾ ആദ്യം ആ പെൺകുട്ടിയോട് മോശമായി സംസാരിച്ചു. പിന്നീട് അവളുടെ കയ്യിൽ കടന്നു പിടിച്ചു. പരസ്യമായി അവളെ ചുംബിക്കാൻ ശ്രമിച്ചു. പരസ്യമായിട്ട് അവളെ അപമാനിക്കാൻ ശ്രമിച്ചു. ആ സമയത്ത് അവിടെ എത്തി അതിനെ ചോദ്യം ചെയ്ത നിരപരാധികളായ 2 ചെറുപ്പക്കാരെ തല്ലി അവശരാക്കി. മാർക്കണ്ഡേയൻ എന്ന ഇയാൾ അതിനു മുമ്പും ഇതിനേക്കാളും ഹീനമായ പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട്. അടിയും പിടിയും അക്രമവാസനയൊക്കെ ഇയാൾ കൂടെ കൊണ്ടു നടക്കുന്ന കൂട്ടത്തിലാണ്. പക്ഷേ ഇയാളുടെ കരുത്തറിയാവുന്ന ആരും തന്നെ ഇയാൾക്കെതിരെ കോടതിയെ സമീപിക്കാത്തതുകൊണ്ട് മാത്രമാണ് ഇയാൾ ഇപ്പോഴും പുറത്ത് ജീവിക്കുന്നത്. മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി.